ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അബ്ദുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ടു ഡബിളിലേക്ക് ഏവർക്കും സ്വാഗതം. അത് നമ്മുടെ ദുരന്തർ മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോയ മാർച്ച് 19 അതിന്റെ ട്രെയിലർ വന്നായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു പണി കിട്ടിയിട്ട് മൊത്തം കുളവായി കിടക്കുകയാണ്. കാരണം സത്യം പറഞ്ഞിട്ട് അറിഞ്ഞില്ല. വീട്ടിലായിട്ട് പോയേക്കാം. ഹിന്ദി, മലയാളം, ഇത്തവണ മൾട്ടി ലാംഗ്വേജിലാണ് പിടിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് തൊട്ട് അവരുടെ ലാംഗ്വേജ് മാത്രമായിട്ടല്ല, കാരണം എല്ലാ ലാംഗ്വേജിലും ഇറങ്ങണം എന്ന് തോന്നുന്നു. നമുക്ക് ഏത് കാണും? ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്. മലയാളം തന്നെ കണ്ടുപിടിക്കാം. ഹിന്ദുക്കള് ഭയങ്കര പേടിത്തൊണ്ടന്മാരല്ലേ? ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ചെയ്യാൻ പറ്റുന്നൊക്കെ നിങ്ങൾ ചെയ്യേ, തകർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തകർക്ക. ഹിന്ദുക്കള് ഭയങ്കര തുടക്കം തന്നെ ഒരു കേരള സ്റ്റോറി വീപ്പാണ് പേര് പിടിച്ചിരിക്കുന്നത്. അതുപോലെ നഗരുന്ന രക്തസ്രാവം കൂടിയതിനാൽ അദ്ദേഹം മരണപ്പെട്ടു. ലോങ് റേഞ്ച് ഹെഡ്സ് അവരുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് എന്റെ ചോദ്യം. തുടരെയുള്ള ഫയറിംഗിന് പുറമെ ഗ്രനേഡും എടുത്തെറിയ എല്ലാം കീഴ്മേൽ മറയുന്ന ഈ സന്ദർഭത്തിൽ റഹ്മാൻ ഡക്കത്തിന്റെ മരണശേഷം ലേയാരയുടെ ഭരണം ഇനി ആരെ ഏറ്റെടുക്കും? ചെറിയൊരു റോക്കി ബൈക്ക് കളിയാണ് മൊത്തം. അതും റിയൽ ആയിട്ടാണെന്ന സ്റ്റോറിയും കൂടി മിക്സ് തോന്നണേട്ടാ. കേട്ടിട്ടും ആദ്യം ഒരു ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയായിരുന്നു. കണ്ടപ്പോ ഈ ചെറിയൊരു സ്പാർക്ക് അടിച്ചായിരുന്നു. അതുപോലെയാണ് അവന്മാർ ചെയ്യുന്നത്. മാധവ് മറ്റന്നെ അമ്മമാര് സ്ക്രീൻ പ്രസൻസ് ആണ് കേട്ടോ. ആ ലുക്കിൽ താടി കുളത്തി മുടി കുളത്തി നിന്നിട്ട് അതാ ഒരു ചെറിയ സീനാണെങ്കിൽ ആ സീനിന്റെ ഫുള്ളാണ് നിറഞ്ഞു നിൽക്കും പുള്ളി. എന്തിനാണ് എങ്ങനെ കിടന്ന് മോങ്ങുന്നേ? മോൻ കേട്ടിട്ടില്ലേ? നോവുകളാണ് ഒരുവന്റെ നാട്ടിൽ ഉറപ്പിക്കുന്നത്. മലയാളം ഡബിളെത്തി ശോകായിരുന്നാ മതിയായിരുന്നു. ഇത് പോയി കാണും ആലോചിക്കും. മലയാളം കാണണം. ഡബിങ് ശോകാണെങ്കിൽ തമിഴായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു. തമിഴ് വെക്കണം. ഹിന്ദുസ്ഥാനി കാഫിറുകളുടെ തലയറുത്ത് അധികാരികളുടെ കാൽ കീഴിലെറിഞ്ഞിട്ടുണ്ടടാ ഈ മേജർ ഇക്ബാൽ. എത്ര ഹിന്ദുസ്ഥാനികൾ വന്നാലും അവന്മാരുടെ തലയറുത്ത് മിനാറിലെ കെട്ടി തൂക്കുഞ്ഞ്. വേദന ശക്തിയാക്കി പകവിട്ട്, വേദനയെ ശക്തിയാക്കി പകവിട്ട്, വേദന ശക്തിയാക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മലയാളം ഡബിളെത്തി ശോകമാണെന്ന് തോന്നുന്നു. കേട്ടിട്ട് കേട്ടോ. പകവിട്ട് പാകിസ്ഥാന്റെ ഭാവി എന്താവുന്ന ഒരു ഹിന്ദുസ്ഥാനി തീരുമാനിക്കും. മാർച്ച്
19. സൽവാരി സാബ് നിങ്ങള് ഭയങ്കര സെറ്റപ്പിലാണല്ലോ ഫാം ഹൗസ് പണിതിരിക്കുന്നത്. യുവർ ബട്ടക്സ് ആർ റിയലി വൈറ്റ്. ദുരന്തർ മച്ചാനെ ഉളുത്തി, ഒന്നും പറയാനില്ല. കിടിക്കാച്ച് ട്രെയിലർ. ഇനി പടം തന്നെ കാണും, ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. വീഡിയോ വരുന്നതാണ്, അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.